ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവിധാസ് കുക്കിംഗ് വേൾഡ്. നമുക്കിന്നൊരു വെള്ളക്കടല വെച്ച് മസാലക്കറിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല ടേസ്റ്റുമാണ്, അതേസമയം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കസൂരി മേത്തി അല്ലെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് നമ്മൾ ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും ആഡ് ചെയ്ത് നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് മാറ്റാം. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. അതേസമയം ഈസിയാണ്, എല്ലാത്തിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ നോക്കാം കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിന്ന് ചെന്ന മസാല അല്ലെങ്കിൽ വെള്ളക്കടലയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സവാള മീഡിയം സൈസുള്ള 3-4 സവാള, പിന്നെ ഒരു മീഡിയം സൈസുള്ള തന്നെ തക്കാളി 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ. ഞാനിത് വലുതായ കാരണമാണ്, ചെറുതാണെങ്കിൽ ഒരു 10-12 എടുക്കാം കേട്ടോ. ഇഞ്ചി ഇത്തിരി മതി, ഇഞ്ചി ഇത്ര മതി കേട്ടോ. ഈ ഒരു ചെറിയ പീസ് മതി ഇഞ്ചി. പിന്നെ നമുക്കിതൊക്കെ അരച്ചെടുക്കണം. അപ്പോൾ സവാള ആദ്യം ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നുറുക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നന്നായി ഒരു തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, ഒന്ന് അരച്ചെടുക്കാനാണ്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുക്കറിലാണ് കേട്ടോ നമ്മൾ കടല ഇപ്പോൾ വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി അത് വേവിച്ചെടുക്കണം. അപ്പോൾ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കടല ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ ഇത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കറിക്ക് ആവശ്യമുള്ള ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ എന്താ പറയുക, പട്ട ഒരു പീസ് പട്ട, തക്കോലം, ഏലക്കായ ഒരു 3-4, കരയാമ്പൂ ഒരു 3-4, പിന്നെ ജീരകം, പിന്നെ ജാതിപത്രി ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെന്താ വേണ്ടതെന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒന്നും കൂടി നമ്മളെ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകമല്ല, പിന്നെ ഞാൻ സാധാ ജീരകമാണ് എടുത്തിട്ടുള്ളത്. തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ടാ, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. കരിയാണ്ട് നോക്കണം കേട്ടോ, പെട്ടെന്ന് കരിയും നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് പോട്ടെ കേട്ടോ. വേഗം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, നന്നായി ഇത് പച്ചക്കുത്ത് പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൊരിച്ച് വരണം, ഒന്ന് മൊരിയണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ്, അത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ നമ്മുടെ ആ വെളിച്ചെണ്ണ തെളിയുന്ന വരെ, വെളിച്ചെണ്ണയല്ല ഓയിൽ തെളിയുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നമ്മൾ സാധാ പാത്രത്തിൽ ചെയ്യണ പോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ മസാലയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നന്നായി മൊരിയണം കേട്ടോ. അത് മറക്കരുത്. തക്കാളിയുടെ കുത്തും സവാളയും ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ച് കടല എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുക്കുക. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. ഞാൻ 1.5 ഗ്ലാസ് കടല എടുത്തിട്ടുള്ളത് കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ മസാലയിൽ കിടന്ന് കടല ഒന്ന് മിക്സ് ആവണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാ പച്ചവെള്ളം കേട്ടോ ഞാൻ ഒഴിക്കണത്. നന്നായി വെള്ളം ഒഴിക്കണം കേട്ടോ. മുങ്ങിക്കെടുക്കണമല്ല, അതിനേറ്റവും കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഒഴിച്ചാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാമല്ലോ. വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് അടി പിടിക്കും. ഇതൊരു ഇങ്ങനെ എന്താ പറയുക, ഇത്തിരി കട്ടിയുള്ളതാണല്ലോ. ഇത് വെന്ത് വരുമ്പോൾ ഇത്തിരി ഒന്നിങ്ങനെ കട്ടിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി അധികം വെള്ളം ഒഴിക്കാൻ പറയണത്. അപ്പോൾ വെള്ളം നന്നായി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തള വരിക. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. സാധാരണ നമ്മൾ ചെയ്യണ പോലെ കുക്കർ കടല വേവിക്കണ പോലെ വയ്ക്കുക. പിന്നെ വെയിറ്റ് വെക്കണം കേട്ടോ. വിസിൽ വെക്കണം അതിൽ. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് കടലൊന്ന് വേവിച്ചെടുക്കുക. എൻ്റെ കുക്കറിൽ ഞാൻ 2 വിസിലുകൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ട് എന്നിട്ട് തുറന്ന് നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ച് നമ്മുടെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ കസൂരിമേത്തി ആഡ് ചെയ്യുക. അത് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. അപ്പോൾ ഏതാ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ആഡ് ചെയ്യുക. പിന്നെ ഈ സമയത്ത് ഇത്തിരി വെള്ളം പോലെ എടുക്കുക നല്ലത്. പിന്നെ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഇത് ഇങ്ങനെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത്തിരി വെള്ളം പോലെയാണ് ഞാനിപ്പോൾ എടുക്കണം. ഞാനിവിടെ അപ്പത്തിൻ്റെ ഒപ്പം എടുക്കാനാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ അടച്ചങ്ങനെ വെച്ചു കേട്ടോ. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഞാനൊരു ബൗളിലേക്ക് എടുത്തൊന്ന് മാറ്റേണ്ട. ഇപ്പം കണ്ട ഞാനിപ്പോൾ ഇവിടെ അപ്പത്തിന് വേണ്ടിയിട്ടാണ്, രാവിലത്തേക്കുള്ള കറി ചോറിനും കൂടി എടുക്കാനാണ്. അപ്പം ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കണേ കേട്ടോ. ഇത്തിരി ചാറായിട്ടാണ് എടുക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞിട്ടൊന്നും ഒരു ഭംഗിക്കും, പിന്നെ അതൊരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. നല്ല സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക കേട്ടോ. അപ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.